ഈ ഒരു ബിൽഡിംഗ് വാങ്ങുവാനായിട്ട് കർത്താവ് സഹായിച്ചു. 2 വർഷമായി പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും സമർപ്പണ പ്രാർത്ഥനയായിട്ട് നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്രകാരം ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഈ ആലയത്തെ ഇത്രത്തോളം മനോഹരമാക്കുവാനും ഇന്ന് അത് ദൈവനാമത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അവസരം കർത്താവ് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് സാധ്യമാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് ഇത് സാധ്യമായത്. ദൈവമക്കളുടെ വലിയ പ്രാർത്ഥനയാണ് സാധ്യമായത്. അത് മാത്രമല്ല, ഇതിനുവേണ്ടി ഒരുപാട് സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടായിരുന്നു. പല ദൈവമക്കളും, സഭയിലുള്ള ദൈവമക്കളും സഭയ്ക്ക് പുറത്തുള്ള ദൈവമക്കളൊക്കെ പലരുടെയും സഹായം നമുക്ക് ലഭിക്കാൻ തക്കവനിടയായി. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി ഒരുപാട് കഠിനമായ പ്രയത്നങ്ങൾ നാളായിട്ട് വന്നു, സാമ്പത്തികമായിട്ടും ഒക്കെ പല ആൾക്കാരും സഹായിച്ചു. കഴിഞ്ഞ 3 ആഴ്ചയായിട്ടുള്ള പണിയാണ്. ഇത്രയും പെട്ടെന്ന് 3 ആഴ്ചക്കുള്ളിലാണ് ഇത് സാധ്യമായി തീർന്നത്. അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം മാസങ്ങളോളം എടുത്ത് ചെയ്യേണ്ട പണികളാണ് ഈ 3 ആഴ്ച. ഇന്നലെ രാത്രി വരെ ഇവിടെ നല്ല ഉറങ്ങിയിട്ടില്ല. രാത്രിയിലും എല്ലാം പണിയായിരുന്നു. ബാത്റൂമിൻ്റെ പണിയൊക്കെ ഇന്നലെ രാത്രിയാണ് തീർന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് അത്രത്തോളം വളരെ വേഗത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ ദൈവം വളരെ ആത്മാർത്ഥതയുള്ള ദൈവമക്കളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത്. നമ്മുടെ കർത്താവ് ഞാനെല്ലാം മഹത്വം കൊടുക്കുകയാണ്. ഇപ്രകാരം ഈ ആലയത്തെ ഇവിടെ നമ്മളൊന്ന് പ്രദർശിക്കുന്നത്, ഈ ആലയം ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറണം. ഈ ആലയം ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറണം. ഈ ആലയം എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് മാറണം. ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ ചെവി ചായ്ച്ച് കർത്താവ് കേൾക്കുവാനും, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാനും, ദൈവത്തോട് സംസാരിക്കുവാനും, ദൈവത്തിൻ്റെ മറുപടി കേൾക്കുവാനും, രോഗത്താൽ വരുന്നവർക്ക് സൗഖ്യത്തോടെ മടങ്ങുവാനും, ജീവിതത്തിൽ നിരാലംബരായിരിക്കുന്നവർക്ക് ആശ്വാസം പ്രാപിക്കുവാനും, അപ്രകാരം സമാധാനമില്ലാത്തവർക്ക് സമാധാനം ലഭിക്കുവാനും, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നേടിയെടുക്കുവാനും, അവരെ ദൈവത്തിന് വേണ്ടി ഒരുക്കുവാനും, അവരെ രൂപാന്തരപ്പെടുത്തുവാനും, ഒരു നല്ല ശിഷ്യനായി വാർത്തെടുക്കുവാനുമാണ് ഇന്ന് കാലം ഇത് സമർപ്പിക്കപ്പെടുന്നത്. ഈ ആലയത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അനേക പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുവാൻ, പാട്ടുകൾ പാടുവാൻ, ആരാധിക്കുവാൻ, ക്ലാസുകൾ എടുക്കുവാൻ, കോൺഫറൻസ് നടത്തുവാൻ, ഇങ്ങനെ പല രീതിയിലുള്ള ദൈവികമായ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. അപ്രകാരം ഇന്ന് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമ്മളൊപ്പം ദേവദാസ് സണ്ണി ലൂക്കോസ് പാസ്റ്ററുണ്ട്, ശിവദാസ് പാസ്റ്ററുണ്ട്, നമ്മുടെ ജയ്സ് ICPSന്റെ ജയ്സ് പാസ്റ്ററുണ്ട്, ബെഞ്ചമിൻ പോൾ പാസ്റ്ററുണ്ട്. എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തരത്തിലുള്ള എൽഡേഴ്സ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാം ഓർത്ത് അവരെല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും സഭയിലുള്ള ദൈവമക്കളുണ്ട്, മറ്റു സഭയിലുള്ള വിശ്വാസികൾ എല്ലാവരെയും സ്തോത്രം പറയും. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ, അനുഗ്രഹത്തോടെ, അവർ വളരെ എളിമയോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.